ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 350യുടെ ഓയിൽ ചേഞ്ച് ആണ്. ഫസ്റ്റ് നമുക്ക് വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഗിയർ ബോക്സിൻ്റെ ഓയിൽ സൈഡ് ഡ്രെയിൻ ബോൾട്ട് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെയിൻ ഡ്രെയിൻ ബോൾട്ട്, പിന്നെ അതിൻ്റെ താഴെ ഒരു ഫിൽറ്ററിൻ്റെ ഡ്രെയിൻ ബോൾട്ട് കൂടി ഉണ്ട്, അതുകൂടെ റിമൂവ് ചെയ്യണം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മൾക്കിനി ഓയിൽ സ്റ്റെയിനർ അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്യുക. ഈ കാണുന്നതാണ് ഓയിൽ സ്റ്റെയിനർ. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അത് നമുക്കൊരു ടീ സ്പാനർ യൂസ് ചെയ്തിട്ട് അയക്കാവുന്നതാണ്. നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ സൈഡ് വരുന്നത്. എല്ലാ ഓയിൽ ചേഞ്ചിലും ഫിൽറ്റർ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ടീ സ്പാനർ യൂസ് ചെയ്ത് തന്നെ ഓയിൽ ഫിൽറ്റർ പുറത്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓയിൽ ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റബ്ബർ ബുഷും കൂടെ പ്രത്യേകം വാങ്ങിക്കാൻ ശ്രമിക്കണം. കാര്യം പുതിയ ഫിൽറ്റർ ഇടുന്ന സമയത്ത് പുതിയ റബ്ബർ ബുഷ് ഇടണമായിരിക്കും നല്ലത്, അപ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഇല്ല. ഇനി നമുക്ക് ചെറിയൊരു കോട്ടൺ വേസ്റ്റ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് പാർട്സ് ക്ലീൻ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓയിൽ ചേഞ്ച് സമയത്ത് നമ്മൾ പുതിയ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യുക. ഒരിക്കലും പഴയ ഫിൽറ്റർ എടുത്ത് രണ്ടാമത് ഇടരുത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പുതിയ ഓയിൽ ഫിൽറ്റർ എടുത്തിട്ട് കുറച്ച് നേരം ഓയിലിൽ ഡിപ്പ് ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒരു മഗ്ഗിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് പുതിയ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഓയിൽ ഫിൽറ്റർ വെക്കണേക്ക് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കണം, അകത്തും ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്, ഓയിൽ ഫിൽറ്റർ ഇട്ടതിന് ശേഷം ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്. എന്നിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പുറത്തൂടെ ഓയിൽ ലീക്കാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാബ് സൈഡ് ടൈറ്റ് ചെയ്യാം. ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാബ് സൈഡ് ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 3 സൈഡും ഈക്വലായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. അതുപോലെ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോൾട്ട് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓയിൽ സ്റ്റെയിനറിൻ്റെ സൈഡ് ടൈറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ സ്റ്റെയിനർ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഗിയർ ബോക്സിലെ ഡ്രെയിൻ ബോൾട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇനി മെയിൻ ഡ്രെയിൻ ബോൾട്ടിൻ്റെ സൈഡും ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് പുതിയ ഓയിൽ ഒഴിക്കണം. അതിന് മുമ്പായിട്ട് ഓയിൽ ക്യാപ്പ് റിമൂവ് ചെയ്യാം. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഓയിൽ ക്യാപ്പ് റിമൂവ് ചെയ്യണം. അവിടെ മണ്ണും ഡസ്റ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. റോയൽ എൻഫീൽഡ് വൈറ്റ് ഗ്രേഡ് വരുന്നത് 15W50 ആണ്. അത് ക്യാൻ വരുന്നത് 2.5 ലിറ്റർ ആണ്. പക്ഷേ നമ്മൾ റീഫിൽ ചെയ്യുന്ന സമയത്ത് 2.3 ആണ് വരുന്നത് റീഫില്ലിംഗ് കപ്പാസിറ്റി. ഇനി നമുക്ക് കുറച്ച് സമയം വണ്ടി ഐഡിയൽ സ്റ്റാർട്ടിലിടാം. ഈ ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.